ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ജാസ്മിൻ സ്റ്റോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചേക്കാം, പഴയ ജാസ്മിൻ എന്ത് പറ്റി, പഴയ ജാസ്മിൻ്റെ എനർജിയൊക്കെ എവിടെ പോയി. നമുക്ക് എനർജിയുള്ള വീഡിയോസിലേക്കൊക്കെ വരാം. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മൈൻഡ് അപ്സെറ്റായിട്ടും ഹെൽത്ത് പരമായ വിഷയങ്ങളും പിന്നെ എൻ്റെ പ്രോഗ്രാം സംബന്ധിച്ചുള്ള യാത്രകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്. പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. ആക്ച്വലി ഡെയിലി വ്ളോഗിങ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തതിൻ്റെ കാരണം, ഇന്ന് 30-ാം തീയതിയാണ്. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ മരിച്ചിട്ട് 5 വർഷം തികയുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടവക പള്ളിയിലേക്കാണ്. ഇടവക പള്ളിയിലേക്ക് ഇപ്പോൾ വൈകുന്നേരമായി കല്ലറ അലങ്കരിക്കാൻ പോവും തിരിയും ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഷോൾഡർ പെയിൻ കൊണ്ട് ഞാൻ ഭയങ്കര സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട്. ഒരു തരത്തിലും രക്ഷയില്ല, മെഡിസിൻ കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല. ഇതിങ്ങനെ മൊബൈൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സ്റ്റാൻഡിലാണ് മൊബൈൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഞാൻ. പക്ഷെ എനിക്കിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല, കൈ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഒരു വണ്ടി പാസ് ചെയ്ത് പോയതാണ് ഞാൻ നിന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ ഞാനിങ്ങനെ എൻ്റെ പപ്പയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇതെനിക്ക് ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് എത്ര വയ്യെന്ന് പറഞ്ഞാലും ഞാൻ പപ്പയുടെ കല്ലറയിൽ പോകുന്ന സമയം കണ്ടെത്താറുണ്ട്, അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ അത് ഞാൻ വീഡിയോസ് ആക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഡള്ളാണ്. എനിക്ക് ഫേസ് വല്ലാതെ നീര് കൊള്ളുന്നുണ്ട്. അത് എനിക്ക് ശരീരത്തിൻ്റെ നീർക്കെട്ടുകൊണ്ടും തലയ്ക്കകത്തെ നീർക്കെട്ടുകൊണ്ടും ഒക്കെ ആവാം, അങ്ങനെയാണെന്നാണ് കരുതുന്നത്. പിന്നെ എനിക്ക് നല്ല പനിയാണ്. ഇന്നലെ മുതൽ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി തൊണ്ട അടച്ചു പനി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളിലാണ്. എങ്കിലും ഇന്ന് പപ്പ മരിച്ചിട്ട് 5 ഇയർ തികയുന്ന ദിവസം. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടിയൊരു ഇതാണ്, വർഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടനും ഞാനും ചേച്ചി എനിക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കൈ പൊക്കാൻ പറ്റുന്നില്ല ടീച്ചർ, കാരണം അതുപോലെ പെയിനാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ വ്ളോഗിങ് ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി പരമായിട്ടൊക്കെ ഓടിച്ചാടി നടന്നിട്ട് സംസാരിക്കാനും കൈയും കാലൊക്കെ എടുത്തിട്ട് ആക്റ്റീവായിട്ട് നമ്മൾ സംസാരിക്കണമല്ലോ. പണ്ടത്തെ ജാസ്മിൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് വ്ളോഗിങ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തത്. അപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പള്ളിയിൽ ചെന്നിട്ടുള്ള ചെറിയ പപ്പയുടെ കല്ലറ അലങ്കരിക്കുന്നതും പിന്നെ തിരി കത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അല്ല, അടുത്ത ആഴ്ച പള്ളിപ്പെരുന്നാളല്ലേ, അതിൻ്റെ ഒരുക്കങ്ങളാണ്. കല്യാണം ഉണ്ടായിരുന്നോ? പള്ളിയിലോട്ട് എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളി, എൻ്റെ ഇടവക പള്ളി. അപ്പുക്കുട്ടൻ ഇങ്ങോട്ട് വാ. ഇത് പള്ളി മന്ദിരം. ഇവിടെ കല്യാണം എന്തോ ഉണ്ടായിരുന്നു. കൈക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ വിഷ്വൽ ഇങ്ങനെ സ്റ്റാൻഡ് പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കൈക്ക് വേദന ഉള്ളതുകൊണ്ടാണ്. പക്ഷെ കൈ പൊക്കി പിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറേ കൂടെയൊക്കെ ഭംഗിയായിട്ട് എടുക്കാമായിരുന്നു. സ്റ്റാൻഡ് ഉണ്ട് കയ്യിൽ, പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. പപ്പയുടെ കല്ലറ ഇതാണ്. ഇപ്പം കാണിക്കുക.
പള്ളിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണേ. തിരി കത്തിച്ചു, പൂ വെച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു, പൂ വെച്ചു, കളറിൽ പ്രാർത്ഥിച്ചു. എനിക്ക് കുറേ നേരമായിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂസ്, എനിക്ക് അസ്വസ്ഥത പോലെ. ചെന്നിട്ട് ഒന്നെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം. എന്തോ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. തിരി കത്തിച്ചിട്ട് തിരി ഇങ്ങനെ കെട്ട് പോവായിരുന്നു. പൂക്കളൊക്കെ വെച്ചു. ഒരുപാട് കല്ലറയുടെ ഇടയ്ക്ക് പപ്പയുടെ കല്ലറ ഇങ്ങനെ നല്ല തിരിയൊക്കെ കത്തി നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സന്തോഷം. മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ അച്ഛനില്ലായിരുന്നു ഇവിടെ മേടയിൽ. പള്ളിയിൽ തിരിയൊക്കെ കത്തിച്ചു, കുരിശുവരയിലൊക്കെ കയറി എണ്ണയൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ചു. അവരിതേ പുറകെ വരുന്നുണ്ട്. ഞാൻ ഫ്രണ്ടേ നടന്നു പോവുകയാണ്. അവരുടെ അടുത്ത് പതുക്കെ പോകുന്നോളാം. എനിക്കിതിങ്ങനെ മൊബൈൽ ഈ കൈ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വേദന, അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയും വേദനയാണ്. ഒന്നും ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് പോലും കൈ ഇങ്ങനെ പൊക്കി ഒരു സാധനം കയ്യിൽ വെയിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഫിസിക്കൽ കണ്ടീഷനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ചെറിയ കൊച്ചു വ്ളോഗിങ് വീഡിയോസുമായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഒന്നത്തെ കാര്യം വീഡിയോസ് എടുത്തെടുത്ത് ഫോണിലെ സ്റ്റോറേജ് തീർന്നു. ഇപ്പം ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇതൊക്കെ എടുത്തത്. പിന്നെ നല്ല സൂര്യപ്രകാശമുണ്ട്, നല്ല രസമുണ്ട്. അസ്തമനം ഇവിടെ കാണാം. നമ്മുടെ ഇവിടെ നല്ല മലയോര മേഖലയിൽ നല്ല റബ്ബർ തോട്ടവും അതിനിടയ്ക്കൂടെയുള്ള ഈ സൂര്യപ്രകാശവും ഈ ഇടകലർന്ന വീടും കപ്പയും പ്ലാവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ചെറിയ നാട്ടുവഴികളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളാണ്. ഇത് അപ്പം ഓടി വരുന്നുണ്ട് കേട്ടോ, പാട്ടും പാടിക്കൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാമെന്നായിരിക്കും. ബൈ.